തിരുവനന്തപുരം നെയ്യാറ്റിൻകര കല്ലുപ്പാലത്തിൽ കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട് തടിലോറിയിൽ ഇടിച്ച് അപകടം. സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ് പാറശാല, ഇപ്പോൾ ഏകദേശം സ്കൂൾ വിട്ട ഒരു സമയം ഒക്കെ ആയിരിക്കാം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കല്ലുപ്പാലത്തിലാണ് കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട് തടിലോറിയിൽ ഇടിച്ച് അപകടമുണ്ടായത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം 10 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക, വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു സംഭവം. നെയ്യാറ്റിൻകര മാമ്പഴക്കരയ്ക്കടുത്ത് കല്ലുപ്പാലത്തിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. ആ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചും ഇവിടുത്തെ നാട്ടുകാർ നേരത്തെ തന്നെ പരാതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് നാറാണി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കെഎസ്ആർടിസി ബസ്സാണ് അത്തരത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് കാരണം മുന്നിൽ പോകുകയായിരുന്ന തടിലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഈടാഘാതത്തിൽ ഈ പറയുന്ന കെഎസ്ആർടിസി ബസിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അതിൽ യാത്രക്കാരായ 10ലധികം പേർക്കാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് വലിയ ആശങ്ക ഉളവാകുന്ന വാർത്തയായിരുന്നു. എന്നാൽ ഇവരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ആർക്കും തന്നെ വലിയ ഗുരുതരമായ പരിക്കുകളില്ലെങ്കിലും തലക്കേറ്റ ഒരു ക്ഷതം കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്ന് ഇവിടുത്തെ ഡോക്ടർമാർ തന്നെ നമ്മളോട് പറയുകയാണ്. രേണുക, ശരി പ്രദീപ് പാറശാല, വ്യക്തമാണ്. എന്തായാലും തിരുവനന്തപുരത്താണ് അപകടമുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട് തടി ലോറിയിൽ ഇടിച്ച് അപകടമുണ്ടായത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. എല്ലാവരുടെയും ആരോഗ്യനില ഇപ്പോൾ ഗുരുതരാവസ്ഥയിലേക്ക് പോയിട്ടില്ലെന്നതാണ് പ്രദീപ് പാറശാല വ്യക്തമാക്കുന്നത്.